നിങ്ങൾ അറിഞ്ഞോ, ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 10ഓളം പ്ലാറ്റ്ഫോമുകളാണ് ബാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ പോകുന്നു. എക്സ് എങ്ങനെയാണോ അത് ബാൻ ചെയ്തത്, ഇതൊക്കെയാണ് ബാൻ ചെയ്ത സംഭവങ്ങൾ. ഏതാണ്ട് 10 ഐറ്റംസ് ബാൻ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക്. അപ്പോൾ ഈ ഡിസംബർ 10 മുതലാണ് അത് എഫക്റ്റീവായിട്ട് വരുന്നത്. പക്ഷേ വാട്സപ്പ് ബാൻ ചെയ്തിട്ടില്ല. വാട്സപ്പ് ഒരു മെസ്സേജിങ് ആപ്പായിട്ടാണ് അവർ കണക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വാട്സപ്പ് ബാൻ ചെയ്തിട്ടില്ല. ഇത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടിക്കൂടി വരുന്നു. അവരാരും സ്പോർട്സ് ആക്ടിവിറ്റീസിലോട്ട് പോകുന്നില്ല. മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ വിഷലിപ്തമായ പല കുരുക്കുകളിലും ഈ യങ്സ്റ്റേഴ്സിന് പെട്ടെന്ന് വീണുപോകും. അപ്പോൾ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ 10 അവരുടെ അക്കൗണ്ടുകളെല്ലാം ഡീരജിസ്റ്റർ ചെയ്യണമെന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം. അത് മിക്കവാറും എല്ലാവരും എഗ്രി ചെയ്ത് കഴിഞ്ഞു. അത് ഡീരജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താ ഫൈൻ? ഏതാണ്ട് 50 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ഫൈനുണ്ട്. 50 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുമ്പോൾ 1 മില്യൺ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഡോളർ 5.5 കോടിയാണ്. 50 മില്യൺ ഏതാണ്ടൊരു 275-300 കോടി രൂപയുടെ ഫൈനാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വരുന്നത്, ഗവൺമെൻറ് കണ്ടുപിടിച്ചാൽ. അപ്പോൾ ചോദിക്കും, ഇത് കുട്ടികൾ ആക്സസ് ചെയ്താൽ എന്താണെന്ന്. അവർക്ക് പണിഷ്മെൻ്റ് ഒന്നുമില്ല. കാരണം 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിഷ് ചെയ്യാനുള്ള റൂൾസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അഥവാ കുട്ടികൾ ആക്സസ് ചെയ്തെന്ന് കരുതി അവരെ പണിഷ് ചെയ്യാൻ റൂളില്ല. പക്ഷേ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണോ ഇത് ആക്സസ് കൊടുക്കുന്നത് അവരെ പണിഷ് ചെയ്യും ഗവൺമെൻറ്. എങ്ങനെയുണ്ട് ഈ നിയമം? പല രാജ്യങ്ങളും വളരെ കൃത്യതയോടെ നോക്കിക്കാണുന്ന ഒരു നിയമമാണ്. പലരും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇതുപോലെ കളിക്കണമോ, അതോ സോഷ്യൽ മീഡിയയിൽ എന്താണ് നിങ്ങളുടെ ഒരു ചിന്താഗതി? അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വളരെ എളുപ്പമാണ്. അവർ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് 16 വയസ്സാകാത്ത കുട്ടികൾ ഈ 10 തൊട്ട് അവർക്കങ്ങ് ഡീരജിസ്റ്റർ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എന്നാൽ വാട്സപ്പ് സ്റ്റിൽ ആക്സസിബിൾ. അതാണ് ഇതിൻ്റെ ഒരു രസകരമായ സൈഡ്. വാട്സപ്പ് ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്, യൂട്യൂബ് ഫോർ കിഡ്സ്, അത് വളരെ സേഫാണ്. യൂട്യൂബ് ഫോർ കിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആക്സസിബിളാണ്. പക്ഷേ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, അങ്ങനെ ഏതാണ്ട് പിന്നെ ചെറിയ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു 10 എണ്ണമാണ് ബാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ബാൻ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെല്ലാം പുറത്തു പോയി കളിക്കണ്ടേ. അതുകൊണ്ട് ഞാനിത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. 10 കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ചിലപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ അക്കൗണ്ട് കട്ട് ചെയ്യുമോ?